നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അർജുൻ ആയങ്കിയെ ദിവസങ്ങളോളം വലവിരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊങ്കികളും മൂരികളും സംഘപരിവാർ പ്രൊഫൈലുകളുമൊക്കെ ആഘോഷത്തിലാണ്. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയുടെ നല്ല ഡയലോഗും പുറത്തു വന്നിട്ടുണ്ട്. ആ ഡയലോഗ് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ മുഴുവൻ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. പിന്നെ കണ്ടാൽ മാത്രം പോരാ, സപ്പോർട്ടും ചെയ്യണം. ഓക്കെ. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ലിസ്റ്റുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷൻ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസ് പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായ അവരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല, ഒരു സംശയം വേണ്ട. ജനങ്ങളെ വെല്ലുവിളിക്കുന്നവർ, ജനങ്ങളുടെ സ്വൈര ജീവിതം തകർക്കുന്നവർ, അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം സാർ, ജയിലിൽ അടയ്ക്കണം സാർ. അത് ഗുണ്ടയായാലും പീഡനവീരനായാലും ഗർഭം കളിക്കായാലും ആരായാലും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം സാർ. സാറിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. സാർ, ഈ ഫോട്ടോയിൽ കാണുന്ന KC ബിബിൻ സാറിന് അറിയാമോ സാർ? അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ, അതായത് അങ്ങയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് പുള്ളിക്കാരൻ. ഇപ്പോൾ ഇവിടെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, സാർ, കേരളത്തിൽ ലൈംഗിക ശേഷി പരിശോധിച്ച ഒരേ ഒരു MLA ഉണ്ടായിരുന്നുള്ളൂ സാർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പല പെൺകുട്ടികളെയും പീഡിപ്പിച്ച, ഗർഭിണിയാക്കിയ, അവർ ഗർഭചിത്രം നടത്തിയ പീഡനവീരൻ, സെക്സ്വൽ പെർവേർട്ടർ എന്ന ഓമന പേരുള്ള ഒരു MLA ഉണ്ടായിരുന്നുള്ളൂ. പഴയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവും പഴയ കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സാർ, രാഹുൽ മാങ്കൂട്ടത്തിലും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമല്ലേ സാർ? കാര്യം അവനൊരു പീഡനവീരനാണ്. 60 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ അടുത്ത് കിട്ടിയാലും പാവാടച്ചാരൻ അഴിച്ച് പൊട്ടിച്ച് കാമഭ്രാന്ത് നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാമഭ്രാന്തനല്ലേ സാർ അവൻ? അപ്പോൾ അവന്റെ പോസ്റ്റുകളിൽ വന്ന് സ്ഥിരമായി കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഏത് ഗണത്തിൽപ്പെടും സാർ? പീഡനവീരനെ സപ്പോർട്ട് ചെയ്യുന്നവനും പീഡനം മനസ്സിൽ ആഗ്രഹിക്കുന്നവനല്ലേ സാർ? അപ്പൊ അങ്ങനെയുള്ളവരെ സാറിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് സാർ ഇമാതിരി ഡയലോഗ് അടിച്ചാൽ വാക്കൊന്നും പ്രവൃത്തിയും രണ്ടായി പോവില്ലേ സാർ? അപ്പൊ കേരളത്തിലെ ജനങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ പറയില്ലേ സാർ? അപ്പൊ ഇതുപോലെയുള്ള അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരെ പുറത്താക്കിയിട്ട് വേണം സാറ് ഇങ്ങനെയൊക്കെ വന്ന് ഡയലോഗ് അടിക്കാൻ. ഓക്കെ. പിന്നെ രണ്ടാമത് സാർ, ഈ സാറിന്റെ തൊട്ടടുത്ത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആരെന്ന് അറിയാമോ സാർ? പേര് നിഖിൽ പൈലി, ഇടുക്കി DCC അംഗമാണ് സാർ. സാർ, ധീരജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ, കോളേജ് വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കൊന്ന കൊലയാളിയാണ് സാർ, ഗുണ്ടയാണ് സാർ, തെമ്മാടിയാണ് സാർ അവൻ. അപ്പൊ അങ്ങനെയുള്ള തെമ്മാടി ഗുണ്ടകളോട് അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് സാറിന് ഇങ്ങനെയൊക്കെ വന്ന് ഡയലോഗ് അടിക്കാൻ ലജ്ജയില്ലേ സാർ? നാണക്കേടല്ലേ സാർ? പിന്നെ സാറേ, ആ ജന്തർ മന്ദറിൽ മാന്യമായിട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെയൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ്, പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യണം എന്ന് പറഞ്ഞ്, സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിന്നൊരു വളിവിടാൻ പോലും ആവതില്ലാത്ത ആ TG മോഹൻദാസ് എന്ന് പറയുന്ന തെമ്മാടിയെ എന്താണ് സാർ അറസ്റ്റ് ചെയ്ത് ഒന്ന് ലോക്കപ്പിലിടാത്തെ, ജയിലിൽ അടയ്ക്കാത്തെ, കേസെടുത്തു എന്നാകട്ടെ, FIR ഇട്ടെന്നാകട്ടെ, പക്ഷെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ സാർ. അതെന്താ സാർ അറസ്റ്റ് ചെയ്യാത്തെ? സാറിന്റെ നാട്ടിലെ സംഘികളെ കാണുമ്പോൾ വളഞ്ഞു പോകുന്നത് കൊണ്ടാണോ സാർ? പാടില്ല സാർ. സാർ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് സാർ. സാർ സംഘിയായാലും കൊങ്കിയായാലും കമ്മിയായാലും മൂരിയായാലും തെറ്റ് ചെയ്താൽ തെറ്റായിട്ട് കാണണം സാർ. അല്ലാതെ സംഘികളെ കാണുമ്പോൾ നട്ടല് വളയുകയും അർജുൻ ആംഗിയെ പോലുള്ളവരെ കാണുമ്പോൾ നട്ടല് നിവരുകയും ചെയ്യുന്ന പരിപാടിക്ക് സാർ വേറെ പേരാണ് സാർ. സാർ എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ കേൾപ്പിക്കുന്നത്? സാറെ, KC ബിബിനെ സാറിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി സാറിന്റെ അടുത്ത് കളോ സാറേ. TG മോഹൻദാസിനെ പിടിച്ച് അകത്തണം സാറേ. അപ്പോഴല്ലേ സാറ് പറഞ്ഞ് ഞങ്ങൾക്ക് കൈയടിക്കാൻ പറ്റൂ. പിന്നെ ഞാൻ ഈ സാറേ എന്ന് വിളിക്കുന്നത് മനസ്സിനകത്ത് സാറേ എന്നുള്ള വിളി തന്നെ. സാറ് വിചാരിക്കും വേറെ പലരെയും പോലെ പുറത്തവൻ സാറേ തന്നെ വിളിക്കുന്നെങ്കിലും അവന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ല സാർ, ഇപ്പോഴും സാറേ തന്നെ എന്തെന്നറിയാവോ? മുമ്പ് ഞാൻ സാറിനെതിരെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, തൂഫാനുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിനെതിരെ. ആ വീഡിയോ താങ്കൾ കണ്ടിട്ടാണോ, താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നറിയില്ല. താങ്കൾ കൊല്ലം MLA ഓഫീസിൽ, അതായത് ബിന്ദുകൃഷ്ണയുടെ ഓഫീസിലും DCC ഓഫീസിലും വിളിച്ച് വിവരം തിരക്കിയതായും ആ കോൺഗ്രസ് നേതാവിനെ വിലക്കിയതായും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് സാറിനെ സാറേ എന്ന് വിളിക്കുന്നത്. അപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായാൽ സാറ് നടപടിയെടുക്കും. അപ്പൊ അതുകൊണ്ടിട്ടാണ് സാറിനോട് ഇത് ഞാൻ പറയുന്നത്. അപ്പൊ സാർ ചെയ്യാനുള്ളത്
ആ KC ബിബിനെ സാറിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി സാറിൽ നിന്ന് മാറ്റണം. വേറൊന്നും കൊണ്ടല്ല, പീഡന വീരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ. 2, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. എന്തിനു വേണ്ടിയിട്ട്? വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും നിരപരാധികളെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്നും പറഞ്ഞതിന്റെ പേരിൽ. നിഖിൽ പൈലി എന്ന കൊലയാളി തെമ്മാടിയ ഗുണ്ടയെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കണം സാർ. എന്തിനെന്ന് ചോദിച്ചാൽ, ധീരജ് എന്ന് പറയുന്ന ഒരു പാവം കോളേജ് വിദ്യാർത്ഥിയെ ഒറ്റ കുത്തിന് കൊന്നിന്. അപ്പൊ ഇതൊക്കെ സാറ് ചെയ്താൽ സാറ് നല്ലവരാണെന്നും വാക്കിന് വിലയുള്ളവരാണെന്നും വാക്കും പ്രവൃത്തിയും ഒന്നാണെന്നും ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കും, ഞങ്ങൾ കൈയടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സാറേ ഞങ്ങൾ വേറെയൊക്കെ പറയും. പിന്നെ സാറേ, ഇന്ന് വേറൊരു പോസ്റ്റ് കണ്ടു, അർജുൻ ആയങ്കിയുടെ പോസ്റ്റിന് ലൈക്ക് അടിക്കുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന്, കേസെടുക്കുമെന്ന്. സാറേ, ഞാൻ ലൈക്ക് മാത്രമല്ല, അവന്റെ പോസ്റ്റിൽ പോയി കമന്റ് ഇട്ടിട്ടുണ്ട്, അവനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കേസെടുക്കണം സാർ. ജനാധിപത്യത്തിന് വേണ്ടി പൊരുതുന്ന എല്ലാവരെയും നിങ്ങൾ കേസെടുക്കണം, എല്ലാവരെയും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് കേരളം നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് സംഘികളുടെ കയ്യിൽ വെച്ചു കൊടുക്കണം. അപ്പൊ അവന്മാര് പിന്നെ കേരളം അങ്ങ് കുട്ടിച്ചോറാക്കിക്കോളും, നിങ്ങൾക്ക് സന്തോഷവും. സാറേ, നിയമത്തെയും നിയമപാലകരെയും കോടതിയെയും ഒക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് സാറേ. ഇന്നും ബഹുമാനിക്കും, അന്നും ബഹുമാനിക്കും, എന്നും ബഹുമാനിക്കും. പക്ഷെ അതിന്റെ പേരിൽ മറ്റേ പരിപാടി കാണിച്ചാൽ സാറേ, എന്തായാലും ജനിച്ചു, എന്നായാലും ഒരിക്കൽ മരിക്കണം. അത് നട്ടല് വളയ്ക്കാതെ ആണായിട്ട് ജീവിച്ച് ആണായിട്ട് മരിക്കണമെന്നാണ് സാറേ. അർജുനായിക്ക് കാണിച്ചില്ലേ, അവൻ നിയമത്തെ വെല്ലുവിളിച്ചതെന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവന്റെ ജീവിതം കുളമാക്കാൻ ഒരുത്തൻ ശ്രമിച്ചാൽ, സാർ, വലിയേട്ടൻ സിനിമയിൽ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ ആത്മാഭിമാനത്തിന് മുകളിൽ ഒരുത്തൻ കാല് കയറ്റി വെക്കുമ്പോൾ, വെച്ച കാല് കൊണ്ട് അവനവിടെ ചിത്രപ്പണി നടത്തുമ്പോൾ ഞരമ്പിലൂടെ ഓടുന്നത് കലർപ്പില്ലാത്ത രക്തമാണെങ്കിൽ, പൂർവിക പരമ്പരയിലെങ്ങും നപുംസകങ്ങളില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ മാടമ്പിമാരും തമ്പുരാക്കന്മാരും ഒക്കെ ആയിപ്പോകും സാർ. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല സാർ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.